ഹലോ, വെൽക്കം ടു ഹലോ വേൾഡ് ന്യൂസ് ചാനൽ. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു. ഒരു ആന ഒരു ഉത്സവത്തിനിടയിൽ ഇടഞ്ഞ് ഒരുപാട് ആൾക്കാർക്ക് പരിക്ക് പറ്റിയെന്നാണ് തോന്നുന്നത്. ആ ഷോർട്ട് വീഡിയോയിലൂടെ നമുക്കത് കാണാം. ഇനി നമ്മൾ ഒരു തരത്തിലും അമാന്തിച്ചുകൂടാ. ഇതിനെപ്പറ്റി വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഉത്സവങ്ങളുടെ ഇടയിൽ ഈ ആനകൾക്ക് ഇങ്ങനെ വിഷയങ്ങളുണ്ടാകും? ഒന്ന് ചിന്തിക്കണം നമ്മൾ. കാരണം ഇത് വനാന്തരങ്ങളിൽ വനത്തിൻ്റെ ആ ഒരു പ്രകൃതിയുടെ ഒരു തലത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മൃഗമാണ്. ഇതിനെ നമ്മൾ ഈ നാട്ടിൽ കൊണ്ടുവന്ന് ആ പ്രകൃതിയുടെ ആ ജീവനത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അതിൻ്റെ ശരീരത്തുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അതിന് സഹിക്കാൻ പറ്റത്തില്ല. അതുമൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇത് നമ്മുടെ തെറ്റ് തന്നെ. പ്രകൃതിയിൽ നടന്ന് ആ പ്രകൃതിയുടെ കാറ്റും മഞ്ഞും ഒക്കെ ഏറ്റ് തടാകങ്ങളിലൊക്കെ കുളിച്ച് അതിനാവശ്യമുള്ളതൊക്കെ സ്വന്തമായി എടുത്ത് തൻ്റെ ശരീരത്തിലെ ചൂട് അത് സ്വന്തമായിട്ട് അകറ്റി അങ്ങനെ ജീവിച്ചു വരുന്നൊരു മൃഗമാണ്. എന്നാൽ നമ്മൾ നോക്കിക്കേ, ഇന്ന് നമ്മളതിനെ കൊണ്ടുവന്ന് ഉത്സവങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ശാരീരികമായ പ്രവർത്തനങ്ങളെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നമ്മളുടെ ഇടയിൽ നിന്നുണ്ടാകുക. ഒരു വീഡിയോയിൽ ഏതോ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. ആനയെ ഇങ്ങനെ എഴുന്നള്ളിപ്പിക്കുമ്പോൾ അതിൻ്റെ പുറകുവശത്ത് വെടിക്കെട്ട് നടക്കുക. അത് അതിഗംഭീര ശബ്ദത്തിൽ മുൻവശത്ത് ചെണ്ട വേണം. അതിനിടയിൽ ആൾക്കാരുടെ ആ തിക്കും തിരക്കും അതുപോലെ തന്നെ ചൂട്, ഇതൊന്നും ഈ ആനയ്ക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. അതുമൂലം എത്രയോ മനുഷ്യരുടെ ജീവനാണ് ഇന്ന് ഒഴിഞ്ഞു പോകുന്നത്. എത്രയോ ആൾക്കാർക്കാണ് പരിക്ക് പറ്റിയത്. ഇത് ഉത്സവങ്ങൾക്ക് ആന ഇറക്കണ്ടെന്നോ ഒന്നുമല്ല നമ്മുടെ അഭിപ്രായം. പക്ഷെ ഒന്ന് ഞാൻ പറയാം, അത് വളരെ കൃത്യമായി നമ്മൾ പഠിച്ചതിന് ശേഷം വേണം, അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുന്ന രീതികൾ അത് ഉത്തരവാദിത്തപ്പെട്ടവർ ഏറ്റെടുത്തതിന് ശേഷം വേണം ഈ ആന ഇങ്ങനെ നമ്മൾ എഴുന്നള്ളിക്കാനൊക്കെ. അതിന് ഇത്ര ഡെസിബൽ ശബ്ദം മാത്രമേ ഈ മൃഗത്തിന് സഹിക്കാൻ കഴിയത്തുള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾക്ക് ചെറിയ ശബ്ദങ്ങളൊന്നും മിക്കവാറും കേൾക്കാൻ പറ്റത്തില്ല. ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രകൃതിയിൽ അനേക ശബ്ദങ്ങളുണ്ട്. എന്നാൽ ഈ ശബ്ദങ്ങളിൽ ചെറിയതൊന്നും നമുക്ക് കേൾക്കാൻ നമ്മുടെ കർണപുരത്തിന് കഴിയത്തില്ല. എന്നാൽ മൃഗങ്ങൾക്ക് അങ്ങനെയല്ല. ചെറിയ ഡെസിബൽ ശബ്ദങ്ങൾ പോലും അത്ര നല്ല രീതിയിൽ കേൾക്കാൻ കഴിയും. അതിൻ്റെ കർണപുരത്തിന് അതിനുള്ള കഴിവുണ്ട്. എന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഈ ശബ്ദങ്ങളും വെടിക്കെട്ടുകളും ഈ ആൾക്കാരുടെ കൂട്ടവും ഈ ചൂടും ഒക്കെ വരുമ്പോൾ ഈ ആനയ്ക്ക് തൻ്റെ സ്വന്തം ശരീരത്തെ തണുപ്പിക്കാൻ കഴിയാതെ വരും. അത് എത്രയോ സമയങ്ങളിൽ ഈ വെള്ളത്തിൽ കിടക്കേണ്ട ഒരു മൃഗമാണ്. അതിനെ കുളിപ്പിക്കുന്നതിന് തന്നെ ഈ സീസണൊക്കെ വരുമ്പോൾ ചിലപ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റ് അരമണിക്കൂറൊക്കെ ആയിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ ഈ മനുഷ്യ ജീവൻ പൊലിയുന്നതിന് ഒരു മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ, അത് തടയാൻ പറ്റത്തുള്ളൂ. കാരണം എത്രയോ ജീവനാണ് ഓരോ ക്ഷേത്രങ്ങൾ നമ്മൾ നിത്യവും യൂട്യൂബ് ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ കണ്ണ് തുറപ്പിക്കണം. അധികാരികൾ ഇതിനെ ശ്രദ്ധിക്കണം. ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ എടുത്തതിന് ശേഷം വേണം ആനയെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക്, എഴുന്നള്ളത്തിനും അതുപോലുള്ള കാര്യങ്ങൾക്കും ഇറക്കുന്നത്. ആനയെ ഇറക്കുന്നതുകൊണ്ടുള്ള വിരോധമായിട്ട് ഞാൻ പറയുകയല്ല. ഈ ചാനലുകളിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഓരോരുത്തരുടെയും ജീവൻ നഷ്ടപ്പെടുന്നത് നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൺമുന്നിലാണ് കാണുന്നത്. നമ്മുടെ ഹൃദയം ഇത് വേദനിക്കുക. ഇത് നമ്മൾ തിരിച്ചറിയണം. അതറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങൾ അധികാരികൾ നമ്മളെല്ലാവരും ഒരുപോലെ കൈക്കൊണ്ടാൽ മാത്രമേ മനുഷ്യജീവൻ പൊലിയുന്നത് നമുക്ക് തടയിടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രിയും നിങ്ങൾക്ക് ഒരു നല്ല ശുഭരാത്രി നേരുന്നു. നാളത്തെ പ്രഭാതം നമ്മൾക്ക് അനുഗ്രഹമായി മാറട്ടെ. ഗുഡ് നൈറ്റ്. ഹാവ് എ ഗുഡ് ഡ്രീംസ്. ബൈ.